ഇന്ത്യൻ പാർലമെൻറ്റ് നാടകം കളിക്കാനുള്ള വേദിയല്ല. ഓർമ്മിപ്പിക്കുന്നത് ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. പ്രതിപക്ഷത്തിന് അദ്ദേഹം ഇന്ന് രാവിലെ നൽകിയ ഒരു ഉപദേശമാണിത്. ഇന്ന് പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതിന് മുന്നോടിയായി പാർലമെൻറ്റിൽ ഈ സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം പറഞ്ഞത്. ബീഹാറിലെ തോൽവിക്ക് പകരം വീട്ടാൻ പാർലമെൻറ്റിൽ വന്ന് ബഹളം വയ്ക്കരുത്, അത് ശരിയല്ല. നിങ്ങളെ ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു, നിങ്ങളുടെ വാക്കുകൾ ജനങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പകരം വീട്ടാൻ പാർലമെൻറ്റിൽ വന്ന് ഒച്ചയിടുന്നതാണ് അല്ലെങ്കിൽ ബഹളം കൂട്ടുന്നതാണ് വഴിയെങ്കിൽ അത് അനുവദിക്കാനാകില്ല. ഇതൊക്കെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ജനങ്ങൾ തിരസ്കരിച്ചു, അതിന് ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി നിങ്ങൾക്ക് വിജയിക്കാനാണെങ്കിൽ തന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു തരാം, എൻ്റെ അടുക്കൽ വന്നാൽ മതി. പകരം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അവർക്ക് വേണ്ടി ഇത്രയും വലിയ സന്നാഹങ്ങളൊക്കെ ഒരുക്കി പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ അവിടെ ബഹളമുണ്ടാക്കി ബില്ലുകളിലെ ചർച്ച തടസ്സപ്പെടുത്തി പാർലമെൻറ്റ് നടപടികളെ എല്ലാം ബുദ്ധിമുട്ടിലാക്കുന്ന രീതി വേണ്ട എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. പക്ഷേ പ്രതിപക്ഷം, പ്രത്യേകിച്ചും കോൺഗ്രസ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഏതാണ്ട് അറിയാം. നരേന്ദ്രമോദി സത്യത്തിൽ പരിഹസിക്കുകയായിരുന്നു പ്രതിപക്ഷത്തെ. നിങ്ങളെ ജനങ്ങൾക്ക് വേണ്ടാതായിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. ആ പരിഹാസം അതിനകത്തുണ്ട്. ജനങ്ങൾ കൈയൊഴിഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മറ്റുള്ളവർ പരിഹസിക്കും, അതൊരു സത്യമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നരേന്ദ്രമോദി പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ അതൃപ്തനാണ്. അദ്ദേഹത്തിന് അത് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ. ഇതൊക്കെ കൊണ്ടാണ് ജനം നിങ്ങളെ തിരസ്കരിച്ചിരിക്കുന്നത്. ഇത് നരേന്ദ്രമോദിയുടെ വാക്കുകളാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവ്, നമുക്കറിയാം, AICCയുടെ അധ്യക്ഷൻ ഖാർഗെ എന്നിവർ, മല്ലികാർജ്ജുന ഖാർഗെ എന്നിവർ വളരെ രൂക്ഷമായിട്ടാണ് പാർലമെൻറ്റിൽ പലപ്പോഴും ഇടപെടുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു കാര്യം വന്നപ്പോൾ, ഇത് നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജ്യസഭയിൽ സംസാരിക്കവേ മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത്, പുറത്ത് മോദി പറഞ്ഞതിന് ഞങ്ങൾ അകത്ത് മറുപടി തരും എന്നാണ്. അതായത് ഞങ്ങൾ പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടുത്തും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, മുൻ ഉപരാഷ്ട്രപതി, രാജ്യസഭയുടെ ചെയർമാൻ കൂടിയായ മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറെ കുറിച്ചും അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. ജഗദീപ് ധൻഖറെ ഒരു യാത്രയയപ്പ് പോലും കൊടുക്കാതെ ഈ സർക്കാർ പറഞ്ഞു വിടുകയായിരുന്നു, അദ്ദേഹത്തിന് അപമാനിക്കുകയായിരുന്നു. ഇതൊക്കെയാണ് മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത്. പക്ഷേ പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തി. അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞത് ഈ വാക്കുകൾ, അതായത് മല്ലികാർജ്ജുന ഖാർഗെയുടെ ഈ വാക്കുകൾ സഭാരേഖകളിൽ ഉണ്ടാകില്ല, അത് നീക്കം ചെയ്യും. കാരണം മുൻ രാഷ്ട്രപതിയെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം വാക്കുകൾ ഒരിക്കലും അനുവദിക്കാനാകില്ല, അതുകൊണ്ട് അത് സഭാരേഖകളിൽ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരോഗ്യമന്ത്രി JP നഡ്ഡയാകട്ടെ, അദ്ദേഹം BJPയുടെ ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷൻ കൂടിയാണ്, അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ തോറ്റതിൽ വലിയ വേദന ഉണ്ടാകും പ്രതിപക്ഷത്തിന്. ആ വേദന മാറാൻ ഏതെങ്കിലും ഡോക്ടറെ കണ്ട് ചികിത്സിക്കുന്നതാണ് നല്ലത്. അതിനു പകരം പാർലമെൻറ്റിൽ, ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ വന്നു കിടന്ന് ബഹളമുണ്ടാക്കുകയല്ല വേണ്ടത് എന്നായിരുന്നു നഡ്ഡയുടെ ഉപദേശം. നരേന്ദ്രമോദി ആകട്ടെ രാവിലെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ അതിനുള്ള തന്ത്രങ്ങൾ നിങ്ങൾക്ക് അറിയില്ല, അതറിയണമെങ്കിൽ എൻ്റെ അടുത്ത് വരൂ, വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, വിജയിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ അർത്ഥം നരേന്ദ്രമോദി പറഞ്ഞത്, ഇനി എന്തൊക്കെ തന്ത്രങ്ങൾ നിങ്ങൾ പ്രയോഗിച്ചാലും നിങ്ങളാണത് പ്രയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. നോക്കൂ, എത്ര ആത്മവിശ്വാസത്തോടെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഞാൻ നിങ്ങൾക്ക്, പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ മറികടക്കാനുള്ള, ജയിക്കാനുള്ള തന്ത്രങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു തരാം. ആ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടോ പഠിപ്പിച്ചു കൊടുത്തിട്ടോ ഒരു കാര്യവുമില്ല എന്ന് നരേന്ദ്രമോദിക്ക് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അതും സത്യത്തിൽ ഒരല്പം തമാശ കലർന്ന പരിഹാസമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇനി പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്താൻ അദ്ദേഹം അനുവദിക്കില്ല. ഇന്നിപ്പോൾ വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, അതുപോലെ തന്നെ ഡൽഹിയിലെ ബ്ലാസ്റ്റ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡൽഹിയിലെ വായു മലിനീകരണം, ഈ 2 സംഭവങ്ങളെയും ഉയർത്തിക്കാട്ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. പക്ഷേ ആ നോട്ടീസ് സ്പീക്കർ തള്ളുകയായിരുന്നു. അതിന്മേൽ ചർച്ച വേണ്ട എന്ന് സ്പീക്കർ
സ്പീക്കർ നിലപാടെടുക്കുകയായിരുന്നു. അതോടുകൂടി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി വലിയ ബഹളം ആരംഭിച്ചു. എന്തായാലും സഭാ നടപടികൾ പല തവണ തടസ്സപ്പെട്ടു. ഇപ്പോൾ അത് കാര്യമായിട്ട് പുരോഗമിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം. എന്തായാലും ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്ത് അത് സംബന്ധിച്ച സംവാദങ്ങളും ചർച്ചകളുമാണ് നടക്കേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചു കാട്ടി എന്തെങ്കിലും അഴിമതി ആരോപണങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ശരി, സർക്കാരിൻ്റെ വീഴ്ചകളുണ്ടെങ്കിൽ ശരി, അത് പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാം, അവിടെ ശക്തമായ പ്രതിഷേധം ഉയർത്താം. ഇതൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട്. അതിനെ ഒന്നും ആരും എതിർക്കുന്നില്ല, നിരുത്സാഹപ്പെടുത്തുന്നില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ജനപ്രതിനിധികൾക്ക് അത് കുറെ കൂടെ കൂടുതലായിട്ടുണ്ട്. അവർക്ക് ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ സംസാരിക്കുന്നതിന് പ്രത്യേക അവകാശങ്ങളുണ്ട്. അതൊന്നും ആരും ചോദ്യം ചെയ്തിട്ടില്ല, അതിനെയൊന്നും ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാട്ടി ഇതൊക്കെ തടസ്സപ്പെടുത്തുന്നത് എന്തിനാണ്? ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ നിയമനിർമ്മാണം നടക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ സർക്കാർ ഭരിക്കുന്നത്? അങ്ങനെ ഒരു സ്ഥലത്ത് സർക്കാരിനെ തിരുത്തുകയും നേർവഴിക്ക് നയിക്കുകയും അല്ലേ ചെയ്യേണ്ടത്? പ്രതിപക്ഷത്തിൻ്റെ കടമ അതല്ലേ? അതിന് പകരം അനാവശ്യമായി ബഹളമുണ്ടാക്കി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് ശരിയാണോ? അതൊരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇപ്പോൾ കൊണ്ടും കൊടുത്തും ഭരണപക്ഷവും പ്രതിപക്ഷവും ഇന്ത്യൻ പാർലമെൻറ്റിൽ കസറുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവി, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തോൽവി പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത അടിയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിനും RJDക്കും. വരാൻ പോകുന്ന നിരവധി ബംഗാൾ, കേരള, തമിഴ്നാട് തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആസാം അടക്കം SIR നടന്നുകൊണ്ടിരിക്കുന്നു പല സ്ഥലത്തും. അതിനെതിരെയും അനാവശ്യമായ ഹർജികളും സമരങ്ങളും ഒക്കെ കൊണ്ട് ഈ SIRനെ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷം എക്കാലവും ശ്രമിച്ചത്. സുപ്രീം കോടതിയിൽ പോലും അവർ തോറ്റുപോയി. എന്നിട്ടും അതിന്മേലുള്ള പിടുത്തം വിടാതെ SIRനെതിരെ ഇങ്ങനെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായാലും ശരി, പാർലമെൻറ്റ് ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമുള്ള വേദിയായി മാറട്ടെ. പുതിയ ബില്ലുകൾ വരട്ടെ, അതിന്മേൽ കാര്യക്ഷമമായ ചർച്ചകൾ നടക്കട്ടെ. ശരിയായ തിരുത്തലുകളെല്ലാം വരുത്തി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കട്ടെ എന്ന് നമുക്ക് കരുതാം.